എൻ്റെ കൂട്ടുകാർക്കെല്ലാം കുഞ്ഞീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. 35 പേർക്ക് കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കണ്ണൂർ സ്റ്റൈലിൽ ദം ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ 3 വലിയ ചിക്കൻ, ഒരു ചിക്കൻ 15 പീസ് എന്ന നിലക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും, അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, ഒരു വലിയ സ്പൂണ് വിനാഗിരിയും, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ എണ്ണ പാർന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ 6 കിലോ അരിയാണ് 35 പേർക്ക് എടുത്തിട്ടുള്ളത്. അത് വലിയൊരു പാത്രത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മസാല ശരിയാക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ സ്പൂണ് പെരുംജീരകം, ഒരു സ്പൂണ് ജീരകം ഇട്ട് നല്ലോണം മൂത്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇപ്പം ഞാൻ 4 കിലോ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫ്രൈ ചെയ്യാനുള്ളതും തൈരിലേക്ക് വേണ്ടുന്നതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കട്ട് ചെയ്തിട്ട് ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 കിലോ തക്കാളിയാണ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് 300 ഗ്രാം എടുത്തത്. ഇഞ്ചി വെളുത്തുള്ളി 500 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ചിക്കൻ പുരട്ടുമ്പോൾ എടുത്തിന് കുറച്ച് ചോറിനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് ഈ ഉള്ളി മസാലയിൽ തട്ടി കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മല്ലി പുതിന ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്ത ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്. 1.5 മുറി മസാലക്കും 1.5 മുറി ചോറിനേക്കും വേണ്ടിയിട്ട്. ചെറുനാരങ്ങ നീരും കുറച്ച് തൈരും കൂടി പാർന്ന് കുറച്ച് മസാലപ്പൊടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല സ്വാദിഷ്ടമായ മസാല റെഡിയായി. ഇനി ചോറ് വെക്കാനുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ പാർന്നു കൊടുക്കുക. കൂടെ തന്നെ ഫ്രൈ ചെയ്ത് കോരാൻ വേണ്ടിയിട്ട് 2 ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കറിവേപ്പിലയും അണ്ടിയും മുന്തിരി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും 2 ലീഫും കുറച്ച് കറിവേപ്പിലയും ഏലക്കയും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് 2 പച്ചമുളകും പൊട്ടിച്ചിട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഞാൻ അളന്നിട്ടൊന്നുമല്ല ഒഴിക്കാറ്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു പാട്ട് അരിക്ക് 1.5 പാട്ട എന്ന കണക്കിന് വെള്ളം എടുത്താൽ മതി. വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഉപ്പും ആവശ്യത്തിന് ജീയും ഒഴിച്ച് നാരങ്ങയും കൂടി പാർന്നതിന് ശേഷം 6 കിലോ അരിയും എനിക്ക് ഈ ചെമ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1.5 കിലോ അരി വേറൊരു ചെമ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതായി കാണുന്നത്. അങ്ങനെ നമ്മൾ 2 പാത്രത്തിലും ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ദമ്മിടാൻ നോക്കാം. ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് പകുതിയോളം ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞ കളർ പാല് കലക്കിയത് കുടഞ്ഞു കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മസാലപ്പൊടി ഫ്രൈ ചെയ്ത് അണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മസാല മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന ചോറും കൂടി ഇട്ട് എല്ലാ ഭാഗത്തും സെറ്റായതിന് ശേഷം കളറും അണ്ടിയും മുന്തിരി ഫ്രൈ ചെയ്തതും ഇട്ട് കൂടെ തന്നെ മസാലപ്പൊടി ഇട്ടാൽ കണ്ണൂർ സ്റ്റൈലിൽ ദം ബിരിയാണി റെഡിയായി. എൻ്റെ ബിരിയാണിക്ക് ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും തരൂലേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.